മക്കളെ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഒരു ശാഖകളുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം അഥവാ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് വൺ ബ്രാഞ്ച്. അപ്പൊ ഒരു ബ്രാഞ്ച് മാത്രമേ ഒരു ഓർഗാനിക് സംയുക്തത്തിൽ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുക എന്ന് പറയാൻ പോവുകയാണ്. യെസ്, ഇതാണ് ഒരു ബ്രാഞ്ച്. ബ്രാഞ്ച് നമ്മൾ തീർച്ചയായിട്ടും ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം അല്ലെ. ഒരു കാർബണ് ചുറ്റും എത്ര ബോണ്ട് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? ഒരു കാർബണ് ചുറ്റും 4 ബോണ്ടുകൾ വേണം. എത്ര ബോണ്ടാണത്? ഈ കാർബണ് ചുറ്റും കണ്ട ഒരു ബോണ്ട് ഉണ്ട്. എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം. ഈ കാർബണ് ചുറ്റും 1 2 3 ബോണ്ട് ഉണ്ട്. സോ ഒരു ഹൈഡ്രജന് കൂടി മതി. 4 ബോണ്ട് മതി. ഒരു ബോണ്ടാണുള്ളത്. ഇവിടെയും 3 ഹൈഡ്രജൻ വേണം. ഇതിന് ചുറ്റും 2 ബോണ്ട് ഉണ്ട്. 2 ഹൈഡ്രജൻ മതി. 3 ഹൈഡ്രജൻ വേണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ ചെയിൻ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. ഏറ്റവും വലിയ ചെയിൻ ഏതാന്ന് മക്കൾ നോക്കിയേ. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യാൻ പോവുക. റെഡി അല്ലേ? ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. റെഡി. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്തപ്പോ ബ്രാഞ്ചിന് നമ്പർ കൊടുക്കണം. മക്കളെ മനസ്സിലാക്കുക, ബ്രാഞ്ചുള്ള കാർബൺ ഏതാണോ, ശാഖയുള്ള കാർബൺ ഏതാണോ, അതിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം നമ്പർ ചെയ്യാൻ പോവാണ്. നമ്പർ ചെയ്യാൻ പോകുകയാണ്. 1 2 3 4 5 6 ആയിക്കോട്ടെ 6. അപ്പൊ മക്കളെ മനസ്സിലാക്കാം, ബ്രാഞ്ചിലെ കാർബൺ ഇതാണ്. ബ്രാഞ്ചിലെ കാർബൺ 2 ആണ് കിട്ടിയിരിക്കുന്നത്. തിരിച്ച് നമ്പർ ചെയ്യാ. എങ്ങനെ നമ്പർ ചെയ്യാ? 1 2 3 4 5 6. ശാഖയുള്ള അത് ബ്രാഞ്ചിലെ കാർബൺ 5 ആണ് കിട്ടിയത്. ബ്രാഞ്ചിലെ കാർബണ് ചെറിയ നമ്പർ കിട്ടണമെന്നാ ഞാൻ പറഞ്ഞത്. ബ്രാഞ്ചിലെ കാർബണ് ചെറിയ നമ്പർ കിട്ടിയ നമ്പറിങ് ഇതാണ്. ബ്രാഞ്ചിലെ കാർബണ് 2 കിട്ടി. റെഡി അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ബ്രാഞ്ചിന്റെ പേരെന്താ? ബ്രാഞ്ചിൽ എത്ര കാർബൺ ആണുള്ളത്? ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. 2 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഈഥൈൽ. 3 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെന്റൈൽ, ഹെക്സൈൽ, ഹെപ്റ്റൈൽ, ഒക്ടൈൽ, നൊണൈൽ, ഡെക്കൈൽ, ഐൽ, ആൽക്കൈൽസ്. ഓക്കെ. അപ്പൊ ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? മീഥൈൽ. മൊത്തം എത്ര കാർബണാ? 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹെക്സ് ആണ്. ഹെക്സ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, ഡണ്ട്, ടെക്. ഹെക്സ് ആണ്. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹെക്സെയിൻ. ക്ലിയർ അല്ലേ? ഹെക്സെയിൻ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഹെക്സീൻ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഹെക്സൈൻ, ഐൻ. ക്ലിയർ? യെസ്. ഇനി ബ്രാഞ്ച് ഏതാ? മീഥൈലാണ്. എത്രയിലാ ബ്രാഞ്ച് ഉള്ളത്? 2ലാണ് ബ്രാഞ്ച് ഉള്ളത്. ഹെക്സിന് മുമ്പ് വേണം ബ്രാഞ്ച് ചേർക്കാൻ. അപ്പം ഹെക്സിന് മുമ്പ് ബ്രാഞ്ച് 2ൽ ബ്രാഞ്ച് ഉണ്ട്. ഏത് ബ്രാഞ്ച്? മീഥൈൽ. സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, മറന്നു പോയരുത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഒരു കാർബണുള്ള ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്തു. അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? അടുത്തത് ഒന്നിൽ കൂടുതൽ കാർബണുള്ള ബ്രാഞ്ചിലുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണമാണ്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിലേക്ക് പോവാണ്. യെസ്. സി. യെസ്. നോക്കുക, ഒരു കാർബൺ കൊടുത്തു. ക്ലിയർ അല്ലേ? യെസ്. ഒരു കാർബൺ ഇവിടെ കൊടുത്തു. ഒരു കാർബൺ എവിടെയാ? 2 ബ്രാഞ്ച് ഇവിടെ കൊടുത്തു. ക്ലിയർ ആണ്? അപ്പൊ ഏറ്റവും വലിയ ബ്രാഞ്ച്, ഞാൻ ഇവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുന്നില്ല. ഏറ്റവും വലിയ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഏറ്റവും വലിയ ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കളയാം. ഇനി വിഷമം വേണ്ട. 3 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 1 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ. മൊത്തം 4 വേണ്ടത്. 2 3. യെസ്. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുക. ഏറ്റവും വലിയ ചെയിൻ ഏതാ? മക്കൾ നോക്കിയേ. ഏറ്റവും വലിയ ചെയിൻ ഇതാണ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. മക്കളെ മനസ്സിലാക്കുക, ഫസ്റ്റ് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ. ഫസ്റ്റ് ബ്രാഞ്ചിന് ആരാണോ ആദ്യം വരുന്നത് അയാൾക്ക് ഫസ്റ്റ് വരുന്ന ഇവിടെ നോക്കിക്കോ. 1 2 3 4 5 6 7. തിരിച്ചോ. 1 2 3 4 5 6 7. ഫസ്റ്റ് ബ്രാഞ്ച് രണ്ടാമത്തെ പൊസിഷനിലാണ്. അല്ല, ഇവിടെ ഫസ്റ്റ് ബ്രാഞ്ച് 1 2 3 മൂന്നാമത്തെ പൊസിഷനിലാണ്. ഫസ്റ്റ് ബ്രാഞ്ച് രണ്ടാമത്തെ പൊസിഷനിലാണ്.
ഫസ്റ്റ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്നേരം 1, 2, രണ്ടാമത്തെ പൊസിഷനിലെ ഫസ്റ്റ് ബ്രാഞ്ച്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്നേരം 1, 2, 3, 3ലാണ് ഫസ്റ്റ് ബ്രാഞ്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏതാ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് സെലക്ട് ചെയ്തു. മൊത്തം എത്ര കാർബൺ? 7 കാർബൺ ആയതുകൊണ്ട് ഹെപ്റ്റ് ആണ്. ഹെപ്റ്റ്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ഹെപ്റ്റെയ്ൻ. ഹെപ്റ്റെയ്ൻ ക്ലിയർ അല്ലേ? രണ്ടിൽ ആരൊക്കെയാണ്? രണ്ടിൽ ഒരു കാർബണുള്ള ബ്രാഞ്ച് ഉണ്ട്, അത് നമുക്ക് മീത്തൈൽ എന്ന് വിളിക്കാം. മീത്തൈൽ. 5ൽ 2 കാർബണുള്ള ബ്രാഞ്ചാണ്, നമുക്ക് ഈത്തൈൽ എന്ന് വിളിക്കാം. റെഡി അല്ലേ? യെസ്. അപ്പൊ മീത്തൈൽ ഉണ്ട്, ഈത്തൈലും ഉണ്ട്. ഏതിലൊക്കെ ബ്രാഞ്ച് ഉള്ളത്? 2ലും മീത്തൈൽ ഉണ്ട്. 2ലും മീത്തൈൽ. പിന്നെയോ ഇവിടെ വരുന്നതോ 5ൽ നമുക്കുള്ളത് ഈത്തൈലാണ്. ഈത്തൈൽ. 2 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഈത്തൈൽ. 1 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മീത്തൈൽ. ക്ലിയർ? യെസ്. അപ്പൊ 2 ബ്രാഞ്ച് വന്നാൽ ആർക്ക് ആദ്യം കൊടുക്കും? അതാണ് ചോദ്യം. ആരെയാണ് ആദ്യം പേര് ചെയ്യുക? ഹെക്സിന് മുമ്പാണ് പേര് ചെയ്യേണ്ടത്. ഹെപ്റ്റ് അല്ലേ? ഹെപ്റ്റിന് മുമ്പ്. ഹെപ്റ്റ് അല്ലേ? 7 കാർബൺ ഹെപ്റ്റാണ്. ഹെപ്റ്റിന് മുൻപാണ് പേര് ചെയ്യേണ്ടത്. ഹെപ്റ്റിന് മുമ്പ് ബ്രാഞ്ച് ചെയ്യണം. അപ്പൊ ആരെ ആദ്യം എഴുതും? ആൽഫബറ്റിക് ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അയാളെ വേണം ആദ്യം എഴുതാൻ. ഈ എം കഴിഞ്ഞിട്ടാണോ ഇ വരുന്നത്? ഇ കഴിഞ്ഞിട്ടാണോ എം വരുന്നത്? ABCD അറിയില്ലേ? ഈ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? എം വരുന്നത്. അപ്പൊ ആദ്യം ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് ഈതൈലാണ്. 5 ഈതൈൽ, 2 methyl. യെസ്, ഹെപ്റ്റെയ്ൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഒരു ബ്രാഞ്ചുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളും ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളും നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നു. സോ നെയിമിംഗ്, നോമൻക്ലേച്ചർ അല്ലെ, നെയിമിംഗ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പൊ ബൈ.